നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ നാളെ. കോട്ടയം ജില്ലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 1596 പേർ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. വിജയപുരം പഞ്ചായത്തിലെ ചെമ്പോലയിലുള്ള ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ശുചിമുറി ടാങ്ക് ചോരുന്നു. മലിനജലം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത് സമീപത്തെ പുരയിടത്തിലേക്ക്. ദുർഗന്ധത്താൽ വലഞ്ഞ് വീട്ടുകാർ. ചാമമ്പതാൽ കാഞ്ഞിരപ്പാറ റോഡ് തകർന്ന് കാൽനടയാത്ര പോലും ദുസ്സഹമായി. റോഡ് തകർന്നിട്ട് 3 വർഷത്തോളം. പ്രതിഷേധവുമായി നാട്ടുകാർ. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നാടും നഗരവും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും നക്ഷത്രത്തിളക്കം. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. നിലവിലെ ഭരണസമിതിയുടെ 5 വർഷ കാലാവധി ഇന്ന് അവസാനിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ാം തീയതിയാണ്. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച അംഗങ്ങൾ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. നിലവിലെ ഭരണസമിതിയുടെ 5 വർഷ കാലാവധി ഇന്ന് അവസാനിച്ചു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ എന്നിവിടങ്ങളിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. തെരഞ്ഞെടുക്കപ്പെട്ടതിൽ പ്രായം കൂടിയ അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. സർക്കാർ ഇതിലേക്ക് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് മുമ്പാകെയാണ് മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം ജില്ലാ കളക്ടറും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അതത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളും സത്യപ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകും. കോട്ടയം ജില്ലയിൽ ആകെ 1596 പേർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് 1223 പേരും, ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് 157 പേരും, ജില്ലാ പഞ്ചായത്തിലേക്ക് 23 പേരും, മുനിസിപ്പാലിറ്റികളിലേക്ക് 193 പേരും സത്യപ്രതിജ്ഞ ചെയ്യും. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് 27-ാം തീയതി ശനിയാഴ്ച രാവിലെ 10:30-നും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അന്നേ ദിവസം ഉച്ചകഴിഞ്ഞ് 2:30-നും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. വിജയപുരം പഞ്ചായത്തിലെ ചെമ്പോലയിലുള്ള ലൈഫ് മിഷന്റെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ശുചിമുറി ടാങ്ക് ചോരുന്നതായി ആക്ഷേപം. ശുചിമുറി മാലിന്യം സമീപത്തെ പുരയിടത്തിലേക്ക് എത്തുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ദുർഗന്ധം മൂലം വലയുകയാണ് ഇവർ. വിജയപുരം പഞ്ചായത്തിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിലെ ശുചിമുറി ടാങ്ക് ചോർന്നൊലിച്ച് സമീപത്തെ പുരയിടത്തിലേക്ക് എത്തുന്നതായി പരാതി. പഞ്ചായത്തിലെ 17-ാം വാർഡിലുള്ള കെട്ടിട സമുച്ചയത്തിലെ ശുചിമുറി മാലിന്യമാണ് സമീപത്തെ ചെങ്ങാലിമറ്റത്തിൽ ബിനു കെ മാത്യുവിന്റെ പുരയിടത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ മാലിന്യം സമീപത്തെ പുരയിടത്തിൽ എത്തുന്നു. ശുചിമുറി ഇതര മാലിന്യവും പുരയിടത്തിലേക്ക് വലിച്ചെറിയാറുണ്ട്. പ്രായമായ മാതാപിതാക്കളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരിതം. സമീപത്തെല്ലാം ദുർഗന്ധമാണെന്നും പരാതിയുണ്ട്. വിജയപുരം പഞ്ചായത്ത് സെക്രട്ടറി, ജില്ലാ കളക്ടർ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുടമ ബിനു കെ മാത്യു പറഞ്ഞു. കഴിഞ്ഞ ജൂലൈ മാസം മുതൽ പഞ്ചായത്തിലും ലൈഫ് മിഷനിലും പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും കംപ്ലൈന്റ് കൊടുത്തിട്ടും യാതൊരുവിധ ശാശ്വതമായ ഒരു പരിഹാരവും ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. ആദ്യം ജൂലൈ 10-ാം തീയതി സ്മാർട്ട് വഴി വിജയപുരം പഞ്ചായത്തിൽ കംപ്ലൈന്റ് കൊടുത്തു. അതിനുശേഷം അവിടെ നിന്നൊന്നും സംഭവിക്കാഞ്ഞുകൊണ്ട് കളക്ടറേറ്റിൽ കൊണ്ടുപോയി കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തു. കളക്ടർ അത് നേരെ ലൈഫ് മിഷന് ട്രാൻസ്ഫർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ കംപ്ലൈന്റ് കൊടുത്തു. കോട്ടയം മെഡിക്കൽ ഓഫീസർക്ക് DMOയ്ക്ക് കംപ്ലൈന്റ് കൊടുത്തു. അതിനുശേഷം വീണ്ടും എന്നിട്ടൊന്നും സംഭവിക്കാതെ വീണ്ടും കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെ അതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലൈഫ് മിഷൻ്റെ തിരുവനന്തപുരത്ത് വന്ന് എഞ്ചിനീയർമാരൊക്കെ വന്ന് നോക്കി. അവർ പറയുന്നത് വിജയപുരം ലൈഫ് മിഷൻ പറയും വിജയപുരം പഞ്ചായത്തിൻ്റെ അടുത്താണ്, വിജയപുരം പഞ്ചായത്ത് പറയും ലൈഫ് മിഷനാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോൺട്രാക്ടർ ഉണ്ട്. കോൺട്രാക്ടറാണ് 5 വർഷത്തേക്ക് തന്നെ ലൈഫ് മിഷൻ്റെ ഫ്ലാറ്റിൻ്റെ ഒക്കെ റിപ്പയറിങ്ങും എല്ലാ മെയിൻ്റെനൻസും ചെയ്യണമെന്ന്. ഇങ്ങനെ ഈ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 പണി പൂർത്തിയായ ഫ്ളാറ്റ് സമുച്ചയത്തിൽ 45 കുടുംബങ്ങളിലായി 150-ലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. മലിനജല സംസ്കരണത്തിന് വ്യക്തമായ പഠനം നടത്താതെയാണ് സമുച്ചയം നിർമ്മിച്ചതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചാമമ്പതാൽ കാഞ്ഞിരപ്പാറ റോഡ് തകർന്നു. 4 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡിന്റെ 2 കിലോമീറ്ററിലധികം തകർന്നു കിടക്കുകയാണ്. ചാമമ്പതാൽ കാനം കാഞ്ഞിരപ്പാറ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. ചങ്ങനാശ്ശേരി റോഡിൽ കാഞ്ഞിരപ്പാറയിൽ നിന്നും കാനം വഴി കൊടുങ്ങൂർ മണിമല റോഡിൽ എത്തിച്ചേരുന്ന ലിങ്ക് റോഡാണ് ചാമമ്പതാൽ കാഞ്ഞിരപ്പാറ റോഡ്. 4 കിലോമീറ്റർ ദൂരം വരുന്ന ഈ PWD റോഡിന്റെ 2 കിലോമീറ്ററിലധികം വരുന്ന ഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. 3 വർഷത്തോളമായി ഈ റോഡ് ടാറിങ് ഇളകി മെറ്റൽ പൊങ്ങിക്കിടക്കുന്നു. കൊടുങ്ങൂർ മണിമല റോഡിലേക്ക് വന്നു ചേരുന്ന SBI ജംഗ്ഷനിലും അപകടം തുടർക്കഥയാണ്. ഇരുചക്ര വാഹന യാത്രക്കാരും കാൽനടക്കാരും ഏറെ ദുരിതം
ദുരിതം പേറുകയാണ്. ഇതുവഴി ഓട്ടോറിക്ഷയിൽ പോലും സഞ്ചരിക്കുന്നത് നടുവൊടിക്കുമെന്ന് സമീപവാസിയായ നാസർ പറഞ്ഞു. ചാമ്പകാല കാനം കാഞ്ഞേപ്പാറ റോഡ് 2 വർഷങ്ങളായിട്ട് കുണ്ടും കുഴിയായിട്ട് ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോകുന്നത്. അത് സൈക്കിളിൽ പോകുന്ന ആൾക്കാരും ബൈക്കിൽ പോകുന്ന ആൾക്കാരും അങ്ങോട്ട് പോകുമ്പോഴേ കുഴിക്കകത്ത് വീണ് അപകടത്തിലുള്ള കുറേ മെഡിക്കൽ കോളേജിലും കാഞ്ഞിരപ്പള്ളി ആശുപത്രിയിലും മറ്റും പാമ്പാടി ആശുപത്രികളിലും കൊണ്ടുപോയി ഒരുപാട് പരിക്കുകൾ പറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ പൊടിശല്യം, മറ്റ് ബുദ്ധിമുട്ടുകൾ. റോഡ് തകർന്നതിനാൽ വേനൽക്കാലത്ത് പൊടിശല്യവും രൂക്ഷമാണ്. അധികൃതരോട് റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും അവഗണനയാണ് ലഭിക്കുന്നതെന്ന് നാട്ടുകാരനായ നിഷാദ് പറഞ്ഞു. ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് ഈ വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ഇടാൻ വേണ്ടി എടുത്തിരിക്കുന്ന കുഴി. ഇത് വർഷങ്ങളായിട്ട് ഇതേ രീതിയിൽ ഈ ജംഗ്ഷനിൽ, ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ ഇങ്ങനെ ഇട്ടിട്ട് അത് ഒന്ന് മൂടുവാനോ അതിന് വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകാനോ തയ്യാറായിട്ടില്ല. അതിന് ഇവിടുത്തെ പഞ്ചായത്ത് വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അതുപോലെ MLA അടക്കമുള്ള ആളുകളോട് നമ്മൾ പരാതി നിരന്തരം ഉന്നയിക്കുകയും ഇവിടുത്തെ വ്യാപാരികൾക്കടക്കം വളരെയധികം ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ. ശ്വാസം മുട്ടൽ മാറുന്നില്ലാത്തൊരവസ്ഥയാണ് ഈ പൊടി വന്നിട്ട്. അപ്പോൾ ആ തരത്തിൽ അതിന് വലിയ ഒരു അവഗണനയാണ് ഈ ജംഗ്ഷനിലോട് ഈ ഇവിടുത്തെ എല്ലാ മുന്നണികളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേർ സഞ്ചരിക്കുന്ന ഈ റോഡ് എത്രയും വേഗം ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ക്രിസ്തുമസിന്റെ ആഘോഷ തിരക്കിലേക്ക് നാടും നഗരവും കടന്നു. നക്ഷത്രങ്ങളും പുൽക്കൂടുകളും അടക്കമുള്ള സാധനങ്ങളുമായി ക്രിസ്മസ് വിപണിയും സജീവമായി. ക്രിസ്മസ് ആഘോഷത്തിരക്കിലേക്ക് നാടും നഗരവും. ഡിസംബർ ആദ്യവാരത്തിൽ തന്നെ വീടുകളിലും സ്ഥാപനങ്ങളിലും നക്ഷത്ര വെളിച്ചമെത്തി. ഇപ്പോൾ മറ്റ് അലങ്കാരങ്ങളും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒരുക്കുന്നതിനുള്ള തിരക്കിലാണ്. ക്രിസ്മസ് അടുക്കുന്നതോടെ കരോൾ സംഘങ്ങളും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സജീവമാകും. സ്കൂളുകളിൽ ക്രിസ്മസ് പരീക്ഷ അവസാനിക്കുന്ന 23-ന് ക്രിസ്മസ് ആഘോഷങ്ങൾ നടക്കും. ക്രിസ്മസ് പുതുവത്സര അവധിക്കാലം അടുത്തതോടെ ജില്ലയിലെ ടൂറിസം മേഖലയും പ്രതീക്ഷയിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക ക്രിസ്മസ് കോർണറുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബേക്കറികളിൽ കേക്കിന്റെ വിൽപ്പനയും സജീവമായി. ക്രിസ്മസ് വിപണിയിൽ പല ഇനങ്ങൾക്കും വില അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആവശ്യക്കാരുടെ എണ്ണത്തിൽ കുറവില്ല. നക്ഷത്രങ്ങൾ, പുൽക്കോട് സെറ്റുകൾ, ഉണ്ണിയേശുവും മാലാഖമാരുമെല്ലാം ഉൾപ്പെടുന്ന വിവിധ രൂപങ്ങൾ, അലങ്കാര ദീപങ്ങൾ എന്നിവയ്ക്ക് തന്നെയാണ് വിപണികളിൽ മുൻതൂക്കം. വ്യത്യസ്തതകൾ ഏറെയുള്ള സാന്താക്ലോസ് രൂപങ്ങൾ, ക്രിസ്മസ് ട്രീകൾ എന്നിവയും ഇക്കുറി വിപണിയിൽ കൗതുകങ്ങളാണ്. ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷവിധാനങ്ങളുടെ വിൽപ്പനയും സജീവമാണ്. 3 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള വേഷങ്ങൾ ലഭ്യമാണ്. വില 350 മുതൽ 2500 രൂപ വരെ. വൈവിധ്യമാർന്ന സമ്മാനങ്ങൾ, ആശംസാ കാർഡുകൾ എന്നിവയും വിപണിയിലുണ്ട്. വരും ദിവസങ്ങളിൽ പടക്ക വിപണിയും സജീവമാകും. ക്രിസ്മസ് അപ്പൂപ്പന്റെ രൂപങ്ങളും കുപ്പായങ്ങളും വിൽപ്പനയ്ക്കായി റോഡരികിലുടനീളം വടക്കേ ഇന്ത്യക്കാരായ നാടോടികളും സജീവമായുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. ആനിക്കാട് ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷം നടത്തുന്നു. ഡിസംബർ 28 ഞായറാഴ്ച വൈകുന്നേരം 6:45-ന് ചലച്ചിത്ര പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ ദീപം കൊളുത്തുന്നതോടെ തിരുവാതിര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ശ്രീ പരമേശ്വരന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര. തന്റെ നെടുമാംഗല്യത്തിനായി പാർവതീദേവി നോമ്പ് നോറ്റിരുന്നു എന്നാണ് വിശ്വാസം. പഴയകാല ആചാരപ്പെരുമയോടുകൂടി ആനിക്കാട് ഗ്രാമത്തിൽ നടന്നിരുന്ന തിരുവാതിര ആഘോഷം ആനിക്കാട് ശ്രീ ശങ്കരനാരായണ മാതൃസമിതി ശ്രീ ശങ്കരനാരായണ മൂർത്തി ക്ഷേത്രത്തിൽ നടത്തുന്നു. ഡിസംബർ 28 ഞായറാഴ്ച ധനുമാസത്തിലെ രേവതി നാളിൽ വൈകുന്നേരം 6:45-ന് ചലച്ചിത്ര പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണൻ ദീപപ്രോജ്വലനം നടത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. ജനുവരി 2 വെള്ളിയാഴ്ച വരെ നടക്കുന്ന തിരുവാതിര ആഘോഷത്തിൽ ജില്ലയിലെ പ്രമുഖ തിരുവാതിര സമിതികൾ പങ്കെടുക്കും. ജനുവരി 2-ന് തിരുവാതിര നാളിൽ രാത്രി 12-നാണ് പാതിര പൂജൂടൽ. ധനുമാസത്തിലെ രേവതി മുതൽ തിരുവാതിര കളിയും അതിൻ്റെ ചടങ്ങുകളും തുടങ്ങിയാൽ അത് തിരുവാതിര ദിവസം ആണ് അത് തീരുന്നത്. ആ രീതിയിൽ 6 അല്ലെങ്കിൽ 7 ദിവസങ്ങളിലായിട്ട് ഈ നാളനുസരിച്ചുള്ള രീതിയിലാണ് ഇപ്പോൾ അവിടെ പരിപാടി നടക്കുന്നത്. അത് ഡിസംബർ 28-ാം തീയതി ധനുമാസത്തിലെ രേവതി നാളിൽ തുടങ്ങും. അതുപോലെ 2026 ജനുവരി 2 വെള്ളിയാഴ്ച അത് മകയിരം തിരുവാതിര നാളുകളിൽ മകയിരത്തിന് എട്ടങ്ങാടി നിവേദിക്കുന്നതും പിന്നെ തിരുവാതിര ആ രാത്രി വരുന്ന ദിവസം കൂടെ ആഘോഷിച്ചുകൊണ്ടാണ് ഇത് സമാപിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ആലീസ് ഉണ്ണികൃഷ്ണൻ, ചലച്ചിത്ര പിന്നണി ഗായിക ആലീസ് ഉണ്ണികൃഷ്ണനാണ് ഇതിൻ്റെ ദീപപ്രോജ്വലനം ഡിസംബർ 28-ാം തീയതി നടത്തുന്നത്. ക്ഷേത്രാങ്കണത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്ന് ശ്രീ ശങ്കരനാരായണ മാതൃസമിതിക്ക് വേണ്ടി രക്ഷാധികാരി പത്മിനി ബി നായർ, CN വാസന്തിയമ്മ, KP ശോഭനകുമാരി, ഗീത അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു.
1.25 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചത്. പാലാ നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.79 കോടി രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുൻ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. 1,79,00,000 രൂപയുടെ ഒരു അത്യാധുനിക രീതിയിലുള്ള ഒരു ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ നഗരസഭയിൽ വന്ന ഫണ്ട് അതിലെ ഒരു നല്ല ഒരു വിഹിതം നമ്മുടെ ആശുപത്രിയിലേക്ക് മാറ്റി അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചതാണ്. പക്ഷേ നമ്മുടെ പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ അല്പം താമസം വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മിഷൻ ഇന്ന് കേരളത്തിൽ തന്നെ മറ്റ് ആശുപത്രികളിലുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം മോസ്റ്റ് മോഡേൺ രീതിയിലുള്ള ഒരു മിഷനാണിത്. ഇതുകൊണ്ട് നമുക്ക് 2 മിനിറ്റ് കൊണ്ട് എക്സ്റേ എടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ദിവസം ഏകദേശം 2 സെക്കൻഡ് കൊണ്ട് എക്സ്റേ എടുക്കുവാൻ സാധിക്കും. അത് എക്സ്റേ അത്യാധുനിക രീതിയിലുള്ള വളരെയധികം ക്ലാരിറ്റി ഉള്ളതാണ്. അതുപോലെ തന്നെ ഒരു ദിവസം ഏതാണ്ട് 1000-ഓളം രോഗികൾക്ക്, അതും കൂടുതലും നിർദ്ധനരായ രോഗികളാണ് നമ്മുടെ ആശുപത്രിയിൽ വരുന്നത് നമുക്കറിയാം. നമ്മുടെ ജനറൽ ആശുപത്രിയിൽ വരുന്ന ഈ പാവപ്പെട്ട രോഗികൾക്കും അതുപോലെ തന്നെ മറ്റ് ആശുപത്രികളിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന രോഗികൾക്കും വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എക്സ്റേ എടുക്കുവാൻ സാധിക്കുമെന്നത് വളരെയധികം ഒരു സന്തോഷമാണ്. ഒരു ദിവസം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിരവധി പേർക്ക് എക്സ്റേ സൗകര്യം ലഭ്യമാക്കുവാൻ 1000 ml ശേഷിയുള്ള ഫുള്ളി ഓട്ടോമാറ്റഡ് റിമോട്ട് കൺട്രോൾ സിസ്റ്റത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഉപകരണത്തിന് സാധിക്കും. ഉദ്ഘാടന യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TP അഭിലാഷ് അധ്യക്ഷനായിരുന്നു. ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആശുപത്രി ജീവനക്കാരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയത്തെ സ്നേഹക്കൂട്ടിലെ വയോജനങ്ങൾക്ക് ഹിൽ പാലസ് കാണാൻ ക്ഷണം. കഴിഞ്ഞ ദിവസം ഹിൽ പാലസ് കാണാനെത്തിയ വയോജനങ്ങളോട് പോലീസ് മോശമായി പെരുമാറിയിരുന്നു. ഇതേ തുടർന്നാണ് യാത്രാ ചെലവുകൾ ഉൾപ്പെടെ വയോജനങ്ങൾക്ക് കൊട്ടാരം സന്ദർശിക്കാൻ ക്ഷണം ലഭിച്ചത്. കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തറ ഹിൽ പാലസ് കാണാനെത്തിയ വയോജനങ്ങൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മോശമായ പെരുമാറ്റം വാർത്തയായിരുന്നു. ഹിൽ പാലസിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന കാര്യത്തിലായിരുന്നു തർക്കം. 3 ബസ്സുകളിൽ ഹിൽ പാലസിലെത്തിയ വയോജനങ്ങളിൽ 30 പേർക്കാണ് ഒരേ സമയം പ്രവേശനാനുമതി നൽകിയത്. അതേസമയം അകത്ത് കയറാതെ വണ്ടിയിൽ വിശ്രമിക്കുന്നവർക്കും പാസ് വേണമെന്ന് പോലീസ് വാശി പിടിച്ചതോടെ സ്നേഹക്കൂട് അധികൃതരും പോലീസുമായി തർക്കമുണ്ടായി. സ്നേഹക്കൂട് അധികൃതരെ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാനും പോലീസ് ശ്രമിച്ചുവെന്നും ആക്ഷേപമുണ്ട്. ഇതേ തുടർന്ന് ഡയറക്ടർ നിഷ പോലീസിൽ പരാതി നൽകി. പോലീസിന്റെ മോശം പെരുമാറ്റം സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിക്കുകയും ചെയ്തു. കേസിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പുണ്ടായതായും സ്നേഹക്കൂട്ടിലെ അന്തേവാസികൾക്ക് സൗജന്യമായി ഹിൽ പാലസ് കാണാൻ സൗകര്യം നൽകുമെന്നും CMന്റെ ഓഫീസിൽ നിന്ന് അറിയിച്ചതായും ഡയറക്ടർ നിഷ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സെക്രട്ടറി ശശി സാർ വിളിച്ചിരുന്നു. അപ്പം സ്നേഹക്കൂട്ടിലെ അച്ഛനമ്മമാരെ മുഖ്യമന്ത്രിയുടെ ക്ഷണം അനുസരിച്ചിട്ട് VIP-കളായിട്ട് ഹിൽ പാലസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പൂർണ്ണ ചെലവുകൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ അവിടെ എത്താനും അച്ഛനമ്മമാർക്ക് കാണാനുമുള്ളൊരു സൗകര്യമാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതിനെതിരെ നടപടി എടുക്കുമെന്നാണ് നമ്മളെ അറിയിച്ചത്. അതുപോലെ തന്നെ രാവിലെ മുതൽ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലാനായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. കോട്ടയം കേന്ദ്രമാക്കി വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് സ്വപ്നക്കൂട്. ഹിൽ പാലസിലെ പോലീസിന്റെ പെരുമാറ്റം എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടായിരുന്നുവെന്നും നിഷ പറഞ്ഞു. കേസിൽ ഉടൻ നിഷയുടെ മൊഴിയെടുക്കും. ഇത്തരം വിനോദ കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് സൗജന്യമായ പ്രവേശനം നൽകാൻ സർക്കാർ ശ്രമിക്കണമെന്നും നിഷ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് K. സേതുനാഥിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വൈസ് പ്രസിഡന്റ് ഫെലിക്സ് ജോസ് M, ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, ജോസഫ് AT, മോഹനൻ TK, പ്രജിത്ത് P, സതി സുരേന്ദ്രൻ, എബ്രഹാം KA തുടങ്ങിയവർ പങ്കെടുത്തു. കർഷക അവാർഡ് ദാനം, കുട്ടികൾക്കുള്ള സമ്മാനദാനം, പ്രവർത്തന റിപ്പോർട്ട് അവതരണം തുടങ്ങിയവ നടന്നു. പാലാ രൂപത ബൈബിൾ കൺവെൻഷന് തിരിതെളിഞ്ഞു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തിരിതെളിയിച്ചു. 43ാമത് പാലാ രൂപത ബൈബിൾ കൺവെൻഷന് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കണമെന്നും വചനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ജീവിതത്തിൽ രൂപാന്തരീകരണം സാധ്യമാക്കണമെങ്കിൽ ഈശോയുടെ മല കയറാൻ നമ്മളും തയ്യാറാകണമെന്ന് ബിഷപ്പ് പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ബൈബിൾ കൺവെൻഷന്റെ ആദ്യ ദിനത്തിൽ രൂപത പ്രോട്ടോസെന്റ് മോൺസിഞ്ഞർ ഡോക്ടർ ജോസഫ് തടത്തിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഉച്ചകഴിഞ്ഞ് 3:30 മുതൽ രാത്രി 9 വരെയായിരുന്നു കൺവെൻഷൻ സമയം. രൂപത വികാരി ജനറൽമാർ, ഇടവക വൈദികർ, സന്യസ്തർ, അൽമായർ തുടങ്ങി നിരവധി പേർ കൺവെൻഷന് എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 27 ശനിയാഴ്ച കോട്ടയം MD സെമിനാരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 11 മണി മുതലാണ് ചാമ്പ്യൻഷിപ്പ്. മിസ്റ്റർ കോട്ടയം 2025-26 എന്ന പേരിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ ജില്ലയിലെ 250ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ചവരുടെ സത്യപ്രതിജ്ഞ നാളെ. കോട്ടയം ജില്ലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 1596 പേർ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് 27-ന്. വിജയപുരം പഞ്ചായത്തിലെ ചെമ്പോലയിലുള്ള ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിലെ ശുചിമുറി ടാങ്ക് ചോരുന്നു. മലിനജലം ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത് സമീപത്തെ പുരയിടത്തിലേക്ക്. ദുർഗന്ധത്താൽ വലഞ്ഞ് വീട്ടുകാർ. ചാമമ്പതാൽ കാഞ്ഞിരപ്പാറ റോഡ് തകർന്ന് കാൽനടയാത്ര പോലും ദുസ്സഹമായി. റോഡ് തകർന്നിട്ട് 3 വർഷത്തോളം. പ്രതിഷേധവുമായി നാട്ടുകാർ. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നാടും നഗരവും. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിക്കാൻ ദേവാലയങ്ങൾ ഒരുങ്ങി. എങ്ങും നക്ഷത്ര തിളക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.